പഴക്കം ചെന്നതാണെങ്കിലും പൂർവികരുടെ കഠിന പ്രയത്നം കൊണ്ട് ഇപ്പോഴും തലയെടുപ്പോടെ നിൽക്കുന്ന പാലയ്ക്കൽ തറവാട്. സ്വഭാവം പലതാണെങ്കിലും ഒരു കുടുംബമായി തന്നെയാണ് അവർ കഴിഞ്ഞു പോകുന്നത്. തറവാട്ടിലെ കാരണവന്മാർക്കും കാരണവതിക്കും ഒഴികെ ഒരുവിധം ബാക്കി എല്ലാവർക്കും പരിഷ്കാരങ്ങളോടാണ് താല്പര്യം. ഒരുപാട് അംഗങ്ങൾ കഴിഞ്ഞു പോകുന്ന തറവാടാണ് ഇപ്പോൾ പാലയ്ക്കൽ. മക്കളും മക്കളുടെ മക്കളും അടങ്ങിയ അതിവലിയ കുടുംബം. രാവിലെ തുടങ്ങുന്ന ബഹളം അവസാനിക്കുന്നത് പാതിരാത്രിയാണെന്ന് തന്നെ പറയാം. ഒഴിവു ദിവസങ്ങളിലൊക്കെ ഭാര്യയുടെ നിർബന്ധപ്രകാരം എല്ലാവരും ഒന്നിച്ചു കൂടാറാണ് പതിവ്. ഇന്നും അങ്ങനെ ഒരു ഒഴിവു ദിവസമാണ്. അതിനു പുറമെ വെക്കേഷനും. ഉമ്മറത്ത് പുരുഷ പ്രജകളെല്ലാം ഒത്തുകൂടിയിട്ടുണ്ട്. സേതുകൃഷ്ണൻ, അനിയൻ ബാലകൃഷ്ണൻ, സഹോദരി ഭർത്താവ് അശോകൻ എന്നിവർക്ക് പുറമെ അശോകന്റെ അനിയത്തിയും കുടുംബവും വന്നിട്ടുണ്ട്. ഈ സമയം സ്ത്രീകൾ അടുക്കള ഭരണത്തിലേക്കും കടന്നു. എന്നാൽ പിള്ളേരൊക്കെ കുളക്കടവിലാണ് സ്ഥാനം ഉറപ്പിച്ചത്. അവർക്കും ഇത് പതിവാണ്. ചെറുപ്പം മുതൽ ഈ പ്രായം വരെ ആദിയും അഭിയും ഇഷയും പവിയും എല്ലാ കാര്യങ്ങളും ഒന്നിച്ചാണ്. അത് പണ്ട് മുതൽക്കേ ഉള്ള ശീലം എന്ന് തന്നെ പറയാം. എന്നാൽ ത്രിലോകവും ഗൗരിയും അല്പം മാറിയിരിക്കുകയാണ്. ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലേക്ക് കടന്നു എല്ലാവരും. ചെറുപ്പം മുതൽക്കേ കണ്ടു വളർന്നതുകൊണ്ട് തന്നെ ത്രിലോകിന്റെ ഉള്ളിലെ പ്രണയത്തിന്റെ രൂപമാണ് ഗൗരിയുടേത്. അവൾക്കും അവനെന്നാൽ ജീവനാണ്. കുടുംബത്തിൽ ഒരുവിധം എല്ലാവർക്കും ഇതേപ്പറ്റി അറിയാമെന്നതാണ് സത്യം. ആർക്കും എതിരഭിപ്രായമില്ലതാനും. അച്ഛൻ പോകുമ്പോൾ എന്നെ ഇവിടെ നിർത്തിയിട്ട് പോകാൻ പറയണേ നന്ദേട്ടാ. ഇല്ലാച്ച എന്നെ കൂടെ കൊണ്ടുപോകാൻ നോക്കും. നിക്ക് പോകണ്ട, നിക്ക് നന്ദേട്ടന്റെ കൂടെ നിന്നാൽ മതി. തനിക്ക് നേരെ മുഖം നീട്ടി ചുണ്ടു പിളർത്തി പറയുന്നവളെ ത്രിലോക് അവളുടെ ചുണ്ടിലിട്ട് ഒന്ന് കൊട്ടി. നിന്നെ ആരും എങ്ങോട്ടും കൊണ്ടുപോകില്ല. കൊണ്ടുപോകാൻ നിന്റെ നന്ദേട്ടൻ സമ്മതിക്കുകയുമില്ല, പോരെ? അത് കേൾക്കെ മുഖം പൂനിലാവ് പോലെ ഉദിച്ചു. അത് മതി നന്ദേട്ടാ. അതും പറഞ്ഞ് അവൾ അവനിലേക്ക് അല്പം കൂടെ ചേർന്നിരിക്കുമ്പോൾ ത്രിലോക് ആ ഇടം കയ്യെ തൻ്റെ വിരലുകൾ കൊണ്ട് ഒന്ന് കോർത്തു പിടിച്ചു. എന്നാൽ പെട്ടെന്നാണ് എന്തോ കണ്ടതുപോലെ ഗൗരി അവനിൽ നിന്ന് അകന്നു മാറിയത്. എന്താടി? ദേ നോക്ക് നന്ദേട്ടാ. അവളൊരു സൈഡിലേക്ക് കൈ ചൂണ്ടിക്കൊണ്ട് അത് പറയുമ്പോൾ ത്രിലോകും അവൾ നോക്കുന്ന ഇടത്തേക്ക് മിഴികൾ മാറ്റി. തിരിഞ്ഞു നിൽക്കുന്ന ഒരു പെൺകുട്ടി. പട്ടുപാവാടയാണ് വേഷം. ഇടുപ്പം കഴിഞ്ഞു കിടക്കുന്ന മുടിയായിരുന്നു പിൻ സൗന്ദര്യം. തിരിഞ്ഞു നിൽക്കുന്നത് കൊണ്ട് മുഖം വ്യക്തമല്ല. ശിവൂട്ടനല്ലേ അത്? മാറിക്കേ, ഞാൻ അവളെ വിളിച്ചിട്ട് വരട്ടെ. അത് പറയുന്നതിൻ്റെ ഒപ്പം ഗൗരി അവന് അരികിൽ നിന്ന് എഴുന്നേക്കാൻ തുടങ്ങിയതും പെട്ടെന്ന് അവളുടെ കയ്യിൽ അവൻ്റെ പിടിവീണു. മര്യാദയ്ക്ക് എൻ്റെ അടുത്തിരിക്കുന്നതാണ് നിനക്ക് നല്ലത്. ഇപ്പോൾ നീ എൻ്റെ അരികിൽ നിന്ന് അവൾക്ക് അരികിലേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ എന്നെയും വിളിച്ച് എൻ്റെ അരികിലേക്ക് വരരുത് നീ. ഗൗരവം നിറഞ്ഞ ഉറച്ച വാക്കുകളായിരുന്നു അവൻ്റേത്. അതുകൊണ്ട് തന്നെ ദയനീയമായി ഒന്ന് നോക്കി ഗൗരി അവനെ. എന്തിനാ നന്ദേട്ടാ എല്ലാവർക്കും ആ പാവത്തിനോട് മാത്രം ഇത്ര വെറുപ്പ്? അവളും നമ്മളെപ്പോലെ നമ്മളോടൊപ്പം നിൽക്കേണ്ടവളല്ലേ? അത് അറിയാമായിരുന്നിട്ടും എന്തിനാ എല്ലാവരും അവളെ ഇങ്ങനെ ആട്ടി അകറ്റുന്നത്? സങ്കടം തുളുമ്പുന്ന വാക്കുകളായിരുന്നു അവളുടേത്. ഗൗരി, പേഴ്സണലി എനിക്ക് അവളോട് ഒരു ദേഷ്യവും വിരോധവും ഇല്ല. പിന്നെ സ്വന്തം അച്ഛനും അമ്മയും ഉൾപ്പെടെ എല്ലാവരും അവളെ ഇങ്ങനെ അകറ്റി നിർത്തുമ്പോൾ നമ്മൾ മാത്രം ചേർത്ത് പിടിക്കേണ്ട കാര്യമൊന്നുമില്ല. അതുമാത്രമല്ല, അവളുടെ ക്യാരക്ടർ അത്ര നല്ലതാണെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. ഞാൻ പറയുന്നതൊന്നും നിന്റെ തലയിൽ കയറില്ല എന്ന് എനിക്കറിയാം. എങ്കിലും എൻ്റെ അഭിപ്രായം ഞാൻ പറഞ്ഞു. ഇതൊക്കെ നന്ദേട്ടന് വെറുതെ തോന്നുന്നതാണ്. അവളെ ഇഷ്ടമല്ലാത്തത് കൊണ്ട് സ്വയം തോന്നുന്നത്. അല്ലാതെ അവളൊരു പാവമാണ് ഏട്ടാ. നീരസത്തോടെയുള്ള അവളുടെ ശബ്ദം അവിടെ മുഴങ്ങുമ്പോൾ ത്രിലോക് അവളെ രൂക്ഷമായി ഒന്ന് നോക്കി. ഒരാളെക്കുറിച്ച് ഇല്ലാത്ത കാര്യം പറഞ്ഞു നടക്കുന്ന ഹാബിറ്റ് എനിക്കില്ല ഗൗരി. നീയും ഞാനും മാത്രം ഉണ്ടാവുന്ന പലയിടത്തും അവളുടെ പ്രസൻസ് ഞാൻ കണ്ടിട്ടുണ്ട്. എന്തിന്? ദേ ഇപ്പൊ പോലും ഇവളെവിടെ കണ്ടില്ലേ നീ? അവൾ നിൽക്കുന്ന ഇടത്തേക്ക് കണ്ണുകൾ പായിച്ചുകൊണ്ട് അവൻ തീർത്തും അസ്വസ്ഥതയോടെ പറയുമ്പോൾ ഗൗരിയിൽ വല്ലാത്തൊരു നീരസം വന്നു നിറഞ്ഞു. എൻ്റെ നന്ദേട്ടാ, അതവൾ എന്തെങ്കിലും ആവശ്യത്തിന് വന്നതാകും. അല്ലാതെ നന്ദേട്ടൻ കരുതുന്നത് പോലെ ഒന്നും ആവില്ല. ഇതാ നിന്നോട് ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് പറഞ്ഞത്. നിനക്ക് എന്നെക്കാൾ വിശ്വാസം അവളെയാണ്. നീ എന്താന്ന് വെച്ചാ ചെയ്യ്. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ എഴുന്നേറ്റ് പോകുമ്പോൾ ഗൗരി നിറകണ്ണുകളോടെ മുഖം താഴ്ത്തിയിരുന്നു. ശിവദ. കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും അത്യാവശ്യം വേണ്ടുന്ന നിറം ഉള്ളവരാണ്. എന്നാൽ ശിവ മാത്രം നന്നേ കറുപ്പാണ്. അതുകൊണ്ട് തന്നെ സ്വയം അച്ഛനും അമ്മയ്ക്കും ഉൾപ്പെടെ വാര്യർക്കും സാവിത്രി അമ്മയ്ക്കും ഗൗരിക്കും ഒഴികെ ബാക്കി എല്ലാവർക്കും അവൾ ചതുർത്ഥിയാണ്. ജനിച്ചതിൽ പിന്നെ ആരും അവളെ സ്നേഹിച്ചിട്ടില്ല, അവളുടെ മുത്തശ്ശിയും മുത്തശ്ശനും അല്ലാതെ. എങ്കിലും എല്ലാവരോടും അവൾക്ക് സ്നേഹം മാത്രമാണ്. ഇടയ്ക്കെപ്പോഴോ അവരിൽ മാത്രം ചുരുങ്ങി നിന്ന അവളുടെ ജീവിതത്തിൽ നിറം പകർന്നവരാണ് ഗൗരിയും ധ്രുവും. പിന്നെ അവരായി അവളുടെ ലോകം. ആ ലോകത്തേക്ക് അവൾ പോലും അറിയാതെ കടന്നുവന്ന മുഖമാണ് ത്രിലോകിൻ്റേത്. ദിനം പ്രതി അതിൻ്റെ ആഴം വർദ്ധിക്കുമ്പോൾ ആരെയും അറിയിക്കാതെ അവളത് ഉള്ളിലൊതുക്കി. അറിവ് വച്ച കാലം മുതൽ അവളെ മോഹിപ്പിച്ച ഒന്നേ ഒന്ന് ത്രിലോക് നാഥ്.
ശിവൂട്ടാ. പെട്ടെന്ന് പിന്നിൽ നിന്ന് കേട്ട ആ ശബ്ദത്തിൽ ശിവ വേഗം തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു പിന്നിൽ നിൽക്കുന്ന ഗൗരിയെ. ധാവണം ഉടുത്തപ്പോൾ അതിസുന്ദരിയായി തോന്നിച്ചു അവളെ. നെറ്റിയിലെ കറുത്ത പൊട്ടും അതിന് മുകളിലെ ചന്ദനക്കുറിയും ആരെയും മയക്കാൻ കെൽപ്പുള്ള പുഞ്ചിരിയും. ഈ സൗന്ദര്യം കണ്ടാൽ ആരാ ഇഷ്ടപ്പെടാത്തത്? ഇതാവില്ലേ എന്റെ നന്ദേട്ടനെ മോഹിപ്പിച്ചിട്ടുണ്ടാവുക. ഒരു വേള അവൾ നോവോടെ ഓർത്തുപോയി. കണ്ണുകൾ ചതിക്കും എന്നായപ്പോൾ ശിവ വേഗം അവളിൽ നിന്ന് മുഖം മാറ്റാൻ എന്നോണം തിരിഞ്ഞു നിന്നു. എന്താ പെണ്ണെ, രാവിലെ ഒരു മൗനം? പിന്നെ ഒരു സന്തോഷ വാർത്ത പറയട്ടെ. വെക്കേഷൻ കഴിയുന്നതുവരെ ഞാൻ ഇവിടെ ഉണ്ടാവൂട്ടോ. നന്ദേട്ടൻ അച്ഛനെ പറഞ്ഞ് സമ്മതിപ്പിച്ചിട്ടുണ്ട്. ഗൗരി സന്തോഷം നിറച്ച് അത് പറയുമ്പോൾ ശിവ കണ്ണുകൾ വിടർത്തി അവളെ നോക്കി. സത്യമാണോ ഗൗരിയേച്ചി? ഓ പെണ്ണെ, എന്താന്നറിയില്ല, നന്ദേട്ടൻ ഇല്ലാതെ വയ്യെന്നായി നിൽക്കിപ്പോ. ദിവസവും ഒരു ഫോൺ കോളിൽ മാത്രം ഞങ്ങളുടെ പ്രണയം നിൽക്കാത്തതുപോലെ. ആ സാമീപ്യവും ശബ്ദവും കേൾക്കാതെ നെഞ്ചൊക്കെ വിങ്ങും പോലെ. ഇനിയിപ്പോ അതില്ലാലോ. ഒരുപാട് ദിവസം ഞാൻ എൻ്റെ നന്ദേട്ടനൊപ്പം. ചുണ്ടിൽ വിരിഞ്ഞ കള്ളച്ചിരിയോടെ അവളത് പറയുമ്പോൾ ശിവയുടെ ഉള്ളിൽ ഒരാന്തലായിരുന്നു. ഇത്തവണ നെഞ്ചു വിങ്ങിയത് അവളുടേതായിരുന്നു. അന്നത്തെ ദിവസം സന്ധ്യയോടടുത്ത് തന്നെ ഗൗരിയുടെ അച്ഛനും അമ്മയും അവളെ തറവാട്ടിൽ നിർത്തി മടങ്ങിപ്പോയി. ത്രിലോകിന്റെ ഒറ്റ വാക്കിന്മേലാണ് അവർ അവളെ അവിടെ നിർത്തിയത്. സാധാരണ ഇങ്ങനെ ഒരു പതിവ് അവർക്കില്ലാത്തതാണ്. പെൺകുട്ടി ആയതുകൊണ്ട് തന്നെ അതിൻ്റെതായ രീതിയിലാണ് അവർ അവളെ വളർത്തിക്കൊണ്ടു പോകുന്നത്. അതിൻ്റെ ഒരു ചിട്ടയും കാര്യപ്രാപ്തിയും അവളിൽ ഉണ്ട് താനും. അവർ പോയതും അവൾ പിന്നെ ശിവയോടൊപ്പമായിരുന്നു. തറവാട്ടിലെ മുത്തശ്ശിക്കും മുത്തശ്ശനും പുറമെ ഗൗരിക്കും ശിവ എന്നാൽ ഏറെ പ്രിയമാണ്. ഒരു പ്രത്യേക സ്നേഹമാണ് അവൾക്ക് ശിവയോട്. അത് ത്രിലോക് ഉൾപ്പെടെ തറവാട്ട് അംഗങ്ങൾക്ക് അറിയുകയും ചെയ്യാം. രാത്രി എല്ലാവരും കഴിച്ച ശേഷം ഒന്നിച്ചിരുന്നാണ് അവർ ഭക്ഷണവും കഴിച്ചത്. എന്നാ ഞാൻ പോവട്ടെ ശിവൂട്ടാ, സമയം ഒരുപാടായില്ലേ. നീയും കിടന്നോ? കിടക്കണം എന്നുണ്ടായിരുന്നു. പക്ഷേ നന്ദേട്ടൻ്റെ അടുത്ത് പോയാൽ എപ്പോഴാ എന്നെ വിടാന്ന് പറയാൻ പറ്റില്ലേ, അതാ. മുഖത്ത് വിരിയുന്ന നാണത്തോടെ അവൾ അത് പറയുമ്പോൾ ശിവ അവളെ തന്നെ നോക്കി നിന്നു. ഒരുപാട് ദിവസത്തെ വിശേഷങ്ങളുണ്ടേ പറയാൻ. എന്നാ ഞാൻ പോവാട്ടോ. ശിവയുടെ കവളിൽ ഒന്ന് തട്ടിക്കൊണ്ട് ഗൗരി തിരിഞ്ഞു നടക്കുമ്പോൾ കാലുകൾ അവിടെ തന്നെ ഉറയപ്പെട്ടതുപോലെ നിന്നുപോയി ശിവ. ഉള്ളിൽ ആകെ ഒരു തിരയിളക്കം പോലെ. ഈ കൊച്ചു ജീവിതത്തിൻ്റെ ഇടയിൽ നന്ദേട്ടനെ അല്ലാതെ മറ്റൊന്നും ആഗ്രഹിച്ചിട്ടില്ല താൻ. എന്നോ മനസ്സിൽ കയറി കൂടിയിരുന്നത് ആണ് ആ രൂപം. ഇറക്കി വിടാൻ കഴിയാത്ത അത്രയും ആഴത്തിൽ. ഈ നിമിഷം വരെ സ്നേഹത്തോടെ ഒരു വാക്കു പോയിട്ട് ഒരു നോട്ടം പോലും തനിക്ക് നേരെ വന്നിട്ടില്ല. പക്ഷേ അറിയില്ല, അത്രയും മോഹിക്കുന്നു താൻ ആ മനുഷ്യനെ. അറിവ് വച്ച കാലം മുതൽ കണ്ടു തുടങ്ങിയതാണ് ആ മുഖം. ഉള്ളിൽ പ്രണയത്തിൻ്റെ രൂപം ഇപ്പോൾ അതാണ്. ആ ആഗ്രഹം പോലും നീ എനിക്ക് നിഷേധിച്ചിരിക്കുകയാണോ യക്ഷിയമ്മേ? ഇല്ല, എൻ്റെ നന്ദേട്ടനെ തന്നെ വേണമെനിക്ക്. പകരം എന്തും തരാൻ ഞാൻ നിനക്ക്. നിന്റെ ഈ ജീവൻ പോലും. പക്ഷേ നന്ദേട്ടനെ നിനക്ക് തന്നെ വേണം. അത് പറയുന്നതിൻ്റെ ഒപ്പം അവളുടെ കാലുകൾ മുന്നോട്ട് ചലിച്ചു. ഒടുവിൽ അവൾ വന്നു നിന്നത് ത്രിലോകിന്റെ റൂമിന്റെ മുന്നിലായാണ്. വാതിൽ അടഞ്ഞാണ് കിടക്കുന്നത്. പക്ഷേ അകത്തുനിന്ന് എന്തൊക്കെയോ ശബ്ദം കേൾക്കുന്നുണ്ട്. ശിവയ്ക്ക് ആകെ ശ്വാസം മുട്ടുന്നത് പോലെ തോന്നി. കണ്ണുകൾ വെപ്രാളത്തോടെ ചുറ്റും പാഞ്ഞു. ഒടുവിൽ കണ്ടു കിട്ടിയത് ഒരു പാളി തുറന്നു കിടക്കുന്ന ജനലും. ഒട്ടും താമസിക്കാതെ അവൾ അവിടേക്ക് നീങ്ങി. ഉള്ളിലേക്ക് ഒരു നോക്കേ നോക്കിയുള്ളൂ. കണ്ണുകൾ ചതിച്ചുകൊണ്ട് ഒഴുകിയിറങ്ങി. ചുവരിലേക്ക് ചാരി നിന്ന് വിങ്ങുന്ന ചുണ്ടുകളെ കയ്യാൽ അമർത്തി പൊത്തുമ്പോൾ ഹൃദയം പോലും നോവുന്നുണ്ടായിരുന്നു. വീണ്ടും വീണ്ടും ഉള്ളിലേക്ക് തെളിഞ്ഞു വരുന്ന ആ കാഴ്ച. ത്രിലോകിന്റെ നെഞ്ചോരം ചാഞ്ഞു നിൽക്കുന്ന ഗൗരിയുടെ ഇരു കൈയും കോർത്ത് പിടിച്ച് ചുണ്ടിലേക്ക് അടുക്കുന്ന ത്രിലോക്. അവൾ കിടന്ന് പിടയുന്നുണ്ട് എങ്കിലും അവന്റെ കൈകൾ അവളെ കൂടുതൽ ചേർത്തുകൊണ്ടിരുന്നു. അകത്തുനിന്ന് വരുന്ന അടക്കി പിടിച്ച നിശ്വാസങ്ങൾ കൂടെ ആയതും കരച്ചിൽ ചില്ലുകൾ പുറത്തേക്ക് വരാതെ ഇരിക്കാൻ എന്നോണം ദിശ അറിയാതെ എങ്ങോട്ടോ ഓടി ഒളിച്ചു അവൾ. നന്ദേട്ടാ. തൻ്റെ മടിയിൽ കിടക്കുന്ന ത്രിലോകിന്റെ മുടിയിഴകളിലൂടെ കൈകടത്തി തലോടിക്കൊണ്ട് അവൾ മെല്ലെ വിളിച്ചു. അതിനൊരു മൂളലായിരുന്നു അവന്റെ മറുപടി. ഇന്ന് പോകുന്നതിന് മുമ്പ് അച്ഛൻ മുത്തശ്ശനോട് കാര്യമായിട്ട് എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അതിനിപ്പോൾ എന്താ? ത്രിലോക് മുഖമുയർത്തി അവളെ ഒന്ന് നോക്കിക്കൊണ്ട് ചോദിച്ചു. എൻ്റെ വേലിക്കാരിയെ അവർ സംസാരിച്ചത്. കുസൃതി നിറഞ്ഞ വാക്കാൽ അവൾ അത് പറയുമ്പോൾ ത്രിലോക് വേഗത്തിൽ അവളുടെ മടിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. കഴിഞ്ഞ ഒരു ദിവസം അച്ഛനും അമ്മയും എന്തോ ജോത്സ്യന്റെ അടുത്ത് നിന്റെ ജാതകം കൊണ്ടുപോയി. എന്തൊക്കെയോ ദോഷങ്ങൾ ഉണ്ടെന്നാ പറയണേ. അതുകൊണ്ട് വിവാഹം നടത്തണമെന്നും. വിവാഹം നടത്തിയാൽ ഈ ദോഷങ്ങളൊക്കെ മാറുമോ? ഒട്ടും വിവരമില്ലേ നിന്റെ അച്ഛനും അമ്മയ്ക്കും? പ്രായം പോലും തികയാത്ത നിന്നെയാണോ അവർ കെട്ടിക്കാൻ നോക്കുന്നത്? അവന്റെ ആ വാക്കുകളിൽ നിറഞ്ഞു നിന്നത് അമർഷമായിരുന്നു. അടുത്ത മാസം നിനക്ക് 19 വയസ്സാകും നന്ദേട്ടാ. അവൾ വലിയ കാര്യം പോലെ പറയുമ്പോൾ ത്രിലോക് അവളെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. നോക്കണ്ട, ഞാൻ സത്യാ പറഞ്ഞേ. എന്നാ നീ പോയി കെട്ടടി. ആരെയാ എന്ന് വെച്ചാൽ കെട്ടിക്കോ. അത്രയും പറഞ്ഞുകൊണ്ട് അവൻ അവളുടെ കൈ തട്ടി എഴുന്നേറ്റ് പോകുമ്പോൾ
ഗൗരി വേഗം അവൻ്റെ കയ്യിൽ പിടിച്ചു തടഞ്ഞു നിർത്തി. പിണങ്ങല്ലേ നന്ദേട്ടാ, നന്ദേട്ടനെ അല്ലാതെ ഈ ഗൗരിക്ക് വേറെ ആരും വേണ്ട. എൻ്റെ കഴുത്തിൽ ഒരു താലി വീഴുന്നുണ്ട് എങ്കിൽ അതിൻ്റെ ഈ നന്ദേട്ടൻ്റെ കൈകൊണ്ട് മാത്രമായിരിക്കും. നിങ്ങളുടെ ഒപ്പം അല്ലാതെ മറ്റാരോടുമൊപ്പം ഈ ഗൗരി ജീവിക്കില്ല. ഇടർച്ചയോടെ അവൾ അത് പറഞ്ഞ് അവസാനിപ്പിക്കുമ്പോൾ ത്രിലോക് അവളെ വലിച്ച് തന്നിലേക്ക് ചേർത്തു. നീ എന്താ പെണ്ണെ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞത്? എന്തേലും പ്രശ്നമുണ്ടോ തറവാട്ടിൽ? നേരിയ ഒരു ടെൻഷനോടെ അവൻ ചോദിക്കുമ്പോൾ ശിവ മുഖം ചരിച്ച് അവനെ ഒന്ന് നോക്കി. ധ്രുവേട്ടൻ ആരെയെങ്കിലും പ്രണയിച്ചിട്ടുണ്ടോ? പെട്ടെന്നുള്ള അവളുടെ ആ ചോദ്യത്തിന് അവനൊന്ന് പതറിപ്പോയി. ഉള്ളിൽ നില ഉറപ്പിച്ചതൊക്കെ പുറത്തേക്ക് കുതിക്കും പോലെ. എന്തേ ഇപ്പം ഇങ്ങനെയൊരു ചോദ്യം? ഞാനൊരാളെ പ്രണയിക്കുന്നുണ്ട്. അത് തെറ്റാണോ? വീണ്ടും അവനെ പിടിച്ചുലയ്ക്കുന്ന വാക്കുകളായിരുന്നു അവളുടേത്. പ്രണയിക്കുന്നത് ഒരിക്കലും തെറ്റല്ല ശിവ. അത്രമാത്രം പറഞ്ഞുകൊണ്ട് അവൻ അവൾക്കരികിൽ നിന്ന് എഴുന്നേറ്റു. ഒപ്പം ശിവയും. ഞാൻ എൻ്റെ ഉള്ളിലുള്ളതൊക്കെ പറയാനാ ഏട്ടനെ കാണണമെന്ന് പറഞ്ഞത്. നിക്ക് എല്ലാം ഒന്ന് തുറന്നു പറയാൻ ഏട്ടൻ മാത്രമല്ലേ ഉള്ളൂ. എൻ്റെ കൂടപ്പുറപ്പ് തന്നെയല്ലേ. ഉള്ളിലേക്ക് തുളഞ്ഞു കയറുന്ന ആ വാക്കുകൾക്ക് മുന്നിൽ ഹൃദയത്തിൽ ചോര പൊടിയുന്നതായി തോന്നി അവന്. ശിവ തൻ്റെ ഉള്ളിലുള്ളതെല്ലാം അവന് മുന്നിൽ തുറക്കുമ്പോൾ ഞെട്ടലോടെ നിന്നുപോയി ധ്രുവ്. ത്രിലോകിനോടുള്ള അവളുടെ പ്രണയവും ഗൗരിയും ത്രിലോകിൻ്റെയും പ്രണയവും ഒക്കെ കേൾക്കെ അവൻ എന്ത് പറയണം എന്നറിയാതെ നിന്നുപോയി. നിക്ക് എൻ്റെ നന്ദേട്ടനെ വേണമേട്ടാ. അതിനുള്ള യോഗ്യതയുണ്ടോ എന്നൊന്നും നിക്കറിയില്ല. പക്ഷേ നിക്ക് വേണം. തരില്ലേ? നേടിത്തരില്ലേ ഏട്ടൻ എനിക്ക്? പറയ് ഏട്ടാ, നിക്ക് നേടിത്തരില്ലേ നന്ദേട്ടനെ? അവൻ്റെ കയ്യിൽ പിടിച്ചു ഉലച്ചുകൊണ്ട് അവൻ ചോദിക്കുമ്പോൾ ധ്രുവ് അപ്പോഴും ഞെട്ടലിൽ തന്നെയായിരുന്നു. ശിവ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? അവളുടെ മുഖം കണ്ട് അവന് അങ്ങനെ ചോദിക്കാനാണ് തോന്നിയത്. ഗൗരിയേച്ചി ഇവിടെ നിന്ന് മടങ്ങിപ്പോകുന്നതിന് മുന്നേ നന്ദേട്ടനുമായി പിണങ്ങണം. അതിന് ഏട്ടൻ എന്നെ സഹായിക്കണം. മനസ്സിനെ കല്ലാക്കിക്കൊണ്ട് അവൾ പറയുമ്പോൾ അവളുടെ ആ വാക്കുകളിൽ തറഞ്ഞു നിന്നുപോയി ധ്രുവ്. കാരണം അവൻ അറിയുന്ന ശിവ ഇങ്ങനെയായിരുന്നില്ല. ആരെയും വേദനിപ്പിക്കാൻ ആഗ്രഹിക്കാത്ത, സ്വയം വേദനിക്കുന്ന ശിവയിൽ നിന്ന് ഒത്തിരി മാറ്റമുണ്ടായിരുന്നു ഇപ്പോൾ മുന്നിൽ നിൽക്കുന്ന ശിവയിൽ. അതിൽ നിന്ന് അവന് മറ്റൊരു കാര്യം കൂടി മനസ്സിലായി. ശിവയ്ക്ക് ത്രിലോകിനോടുള്ള പ്രണയത്തിൻ്റെ ആഴവും. ഏട്ടൻ എന്താ മറുപടി ഒന്നും പറയാത്തത്? ശിവയുടെ ശബ്ദമാണ് അവനെ ചിന്തകളിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നത് തന്നെ. കണ്ണുകൾ ശിവയ്ക്ക് നേരെ പായുമ്പോൾ വിശ്വാസം ഇല്ലായ്മ തന്നെയായിരുന്നു അവനിൽ. നിനക്ക് എന്താ ശിവ പറ്റിയേ? മുന്നിൽ നിൽക്കുന്നത് മറ്റാരോ ആണെന്ന് തോന്നുന്നു എനിക്ക്. അത് കേൾക്കെ ശിവ ഒന്ന് പുഞ്ചിരിച്ചു. വരണ്ട ചുണ്ടുകളിൽ വിരിഞ്ഞ വരണ്ട പുഞ്ചിരി. ഞാൻ ഈ പറയുന്നതും ചെയ്യുന്നതും ഒക്കെ തെറ്റാണെന്ന് പൂർണ്ണ ബോധ്യമുണ്ട് നിക്ക്. പക്ഷേ നന്ദേട്ടൻ്റെ മുഖം ആലോചിക്കുമ്പോൾ വിട്ടുകൊടുക്കാൻ എനിക്ക് കഴിയണില്ല. ആ ഒന്നേ ഞാൻ ഈ ജീവിതത്തിൽ ആഗ്രഹിച്ചോളൂ. അത് കിട്ടാനുള്ള യോഗ്യത നിക്കില്ലേ? പക്ഷേ ശിവ, പരസ്പരം സ്നേഹിക്കുന്നത് ത്രിലോകവും ഗൗരിയുമാണ്. അത് നീ ഓർക്കേണ്ട ഒരു കാര്യമാണ്. നീ ഇപ്പോൾ ചിന്തിക്കുന്നതും പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നതുമൊക്കെ തെറ്റാണ് മോളെ. ഇത് ശരിയാവില്ല. നീ അവനെ മറന്നേക്ക്. അവളിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് അവൻ അത് പറയുമ്പോൾ ശിവയുടെ ഭാഗത്തു നിന്ന് മറുപടി ഒന്നും ഉണ്ടായില്ല. അവളെ നോക്കാൻ എന്തുകൊണ്ടോ ധ്രുവിനും കഴിഞ്ഞില്ല. നിമിഷങ്ങൾ പിന്നിടുമ്പോൾ കുളത്തിൽ വലിയൊരു ശബ്ദത്തിൽ എന്തോ വീഴുന്ന ശബ്ദം കേൾക്കെയാണ് ധ്രുവ് തിരിഞ്ഞു നോക്കുന്നത്. ഒരു വേള അവൻ്റെ കണ്ണുകൾ വികസിച്ചു പോയി. കുളത്തിൽ മുങ്ങിത്താഴുന്ന ശിവയെ കണ്ട് ഒരു നിമിഷം ഞെട്ടലോടെ നിന്നുപോയി ധ്രുവ്. ശേഷം സമീപനം വീണ്ടെടുത്ത് അവൻ വേഗത്തിൽ കുളത്തിലെടുത്തു ചാടി. അവൾക്കരികിലേക്ക് നീന്തി വന്ന് അവളുടെ കയ്യിൽ പിടുത്തമിട്ടു. എങ്കിലും ശിവ താഴേക്ക് മുങ്ങിപ്പോകുന്നതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ കൈയും തട്ടിമാറ്റിക്കൊണ്ടിരുന്നു. അവളുടെ പ്രതിഷേധം മനസ്സിലാക്കി അല്പം പണിപ്പെട്ടിട്ടാണെങ്കിലും ഒരുവിധം അവൻ അവളെയും കൊണ്ട് പടവിലേക്ക് കയറി. എന്തിനാ എന്നെ രക്ഷപ്പെടുത്തിയേ? എനിക്കിനി ബാക്കി പറയും മുന്നേ ശക്തമായി ധ്രുവിൻ്റെ കൈ അവളുടെ കവിളിലായി പതിഞ്ഞിരുന്നു. ഒരു സൈഡിലേക്ക് അവളുടെ മുഖം കൂടിപ്പോയി. ശിവ ഞെട്ടലോടെ കവിളിൽ കൈവച്ച് മുന്നോട്ട് നോക്കി. എന്നാ പോയി ചാകടി. നിനക്ക് വേണ്ടി ജീവിക്കുന്നവരൊക്കെ മറന്ന് നിന്നെ വേണ്ടാത്ത ഒരുത്തന് വേണ്ടി പോയി ചാകുക. നിന്നെ കൊണ്ട് അതിനൊക്കെ പറ്റൂ. പ്രായം പോലും തികഞ്ഞിട്ടില്ല. ആ അവൾക്ക് പ്രേമവും ആത്മഹത്യയും. അരിശം കൊണ്ട് അവൻ അലറുമ്പോൾ ശിവ കണ്ണുനീരോടെ മുഖം താഴ്ത്തി നിന്നു. കണ്ണുകളിൽ നിന്ന് കണ്ണുനീർ ധാരധാരയായി ഒഴുകിക്കൊണ്ടിരുന്നു. ജീവിതത്തിൻ്റെ ഒരു ഘട്ടത്തിലെ നീ ഇപ്പോൾ എത്തിയിട്ടുള്ളൂ. അതറിയോ നിനക്ക്? ഇനിയുമുണ്ട് മുന്നിൽ ഇങ്ങനെ നീണ്ടു നിവർന്ന്. വളർച്ചയ്ക്കനുസരിച്ച് നമ്മുടെ ഇഷ്ടങ്ങളും താല്പര്യങ്ങളും മാറും. അന്ന് ഇതൊക്കെ ആലോചിക്കുമ്പോൾ തെറ്റായിരുന്നു എന്നും വേണ്ടായിരുന്നു എന്നും തോന്നും നിനക്ക്. എത്ര വർഷം കഴിഞ്ഞാലും എൻ്റെ നന്ദേട്ടനെ എനിക്ക് വേണ്ടാന്ന് തോന്നില്ല. നിനക്ക് എൻ്റെ നന്ദേട്ടൻ മാത്രമേ വേണ്ടൂ ഈ ജന്മം. മറ്റൊരാളെയും വേണ്ട ഈ ശിവയ്ക്ക്. ഞാൻ എങ്ങോട്ടെങ്കിലും പോകും, നോക്കിക്കോ. നിനക്ക് ആരുമില്ല, ആരും. കരഞ്ഞുകൊണ്ട് അത്രയും പറഞ്ഞ് അവൾ പാവാടയും ഉയർത്തിപ്പിടിച്ച് പടികൾ ഓടിക്കയറി അവിടെ നിന്ന് പോകുമ്പോൾ ധ്രുവ് ഇനി എന്തെന്നറിയാതെ തലയ്ക്ക് കൈകൊടുത്ത് ആ പടിക്കെട്ടിലിരുന്നു.